ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ ഈശോ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 4 പേര് കൂടി ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരിക. ഈശോ അവരെ വിശ്വാസം കണ്ടിട്ട് ആ തളർവാദ രോഗിയോട് പറയുന്നുണ്ട്, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുക. ഇത് മനസ്സിലാക്കിയിട്ട് ഈശോ അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈശോ ഈ തളർവാദിയുടെ രോഗിയോട് ഇപ്രകാരം പറയുകയാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം. ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തളർന്നു കിടക്കുന്ന വ്യക്തിയാ. ഈശോ പറയാം, ഞാൻ നിന്നോട് പറയാം, എഴുന്നേറ്റിട്ട് നിൻ്റെ കിടക്ക എടുത്തിട്ട് നീ വീട്ടിലോട്ട് പോവുക. തൽക്ഷണം അവൻ കിടക്ക എടുത്ത് പോവുക. വലിയൊരു പ്രതിസന്ധിയാണ് ആ വ്യക്തിയുടെ. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, തളർന്നു കിടക്കുന്ന അവസ്ഥ. പക്ഷേ ഈശോയുടെ ശക്തമായ ഒരു വചനം അവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവന് വിടുതൽ കിട്ടിയാണ്, അവന് സൗഖ്യം കിട്ടിയാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ ഒരു ശക്തിയേറിയൊരു വചനം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈ ഈശോ തന്നെയാണ് ആ തളർവാദ രോഗിയുടെ അപ്രകാരം പറഞ്ഞത്. ഇന്ന് നീ ഈശോയോട് പറയും, ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നിട്ട് എൻ്റെ പ്രാരാബ്ധങ്ങളുടെ കിടക്കയിലെടുത്ത്, എൻ്റെ സങ്കടങ്ങളുടെ കിടക്കയിലെടുത്ത് അത് മാറ്റിക്കളഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് പോകാൻ അനുവദിക്കണമേ എന്ന് നീ കർത്താവിനോടൊന്ന് പറഞ്ഞേ. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. കർത്താവ് മനസ്സ് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. അതൊരു ഉറപ്പാണ്. ഈ ഉറപ്പിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, അധികാരത്തിൻ്റെ ഒരു വചനം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു പറ്റാൻ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലകളിലും സൗഖ്യവും വിടുതലും സംരക്ഷണം എല്ലാം ഈ വ്യക്തിക്ക് ഉണ്ടാകട്ടെ. ഈ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധി